ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നോമ്പും കൂടി എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എന്തായാലും വിചാരിച്ചതാണ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം. എനിക്ക് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് പരിചയമൊന്നുമില്ല. കഷ്ടപ്പെട്ട് എവിടേക്കൊക്കെയോ ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ശരിയായോ ശരിയായിട്ടില്ലയോ ഒന്നും അറിയില്ല. ചിലവർ ശരിയാവും, ചിലവർ ശരിയാവില്ല. ഞാൻ വീഡിയോസൊക്കെ ചിലവർ കണ്ടിന്യൂസ് ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ വിചാരിക്കാറുണ്ട്, ഓ ഇത് സൂപ്പറായിട്ടാണ് ഇവർ ചെയ്യുന്നതെന്ന്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഇന്ന് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ക്ലീനിങ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ തലയിൽ നീലബൃങ്കാതിൻ്റെ എണ്ണ തേച്ചു. ഞാൻ മാത്രമല്ല ഇന്ന് ക്ലീൻ ചെയ്യുന്ന, അമ്മവും കൂടി ഉണ്ട്. ഞാനും അമ്മവും കൂടി മത്സരിച്ച് ക്ലീൻ ചെയ്യാണ്. വീക്ക്ലി 2 ടൈം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് വീട്. അതിനുശേഷം ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ആവുകയാണ്. ജസ്റ്റ് സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഇട്ട് മുടി ഒന്ന് ചെയ്വി, എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം അതിലെ കൂടെ അലിഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴത്തേനും വിഷ്ണു വന്നു. വിഷ്ണുവും ഞാനും അമ്മയും കൂടെ എന്തൊക്കെയോ സംസാരിച്ചു. അവരൊക്കെ ഫുഡ് കഴിച്ചു, ഞാൻ ഫുഡ് കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ടൈം പോകുന്നില്ലല്ലോ എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഗ്യാപ്പിൽ ഉറങ്ങിയും പോയി. അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ടൈം പോയത്. പിന്നെ ഞാൻ ഊബർ വിളിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോമ്പ് മുറിക്കാൻ പോയി. ഞങ്ങൾ റൊട്ടാന ഹോട്ടലിലാണ് പോയത്. ഞാനും സോണിയും രാജിയൊക്കെ രാജേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നോമ്പൊക്കെ മുറിച്ച് പിന്നെ ഫുൾ ക്ഷീണമായിരുന്നു. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വിഷ്ണു വന്നു. വിഷ്ണു വിശക്കുന്നതെന്ന് പറഞ്ഞ് വിഷ്ണു ഒരു പപ്സൊക്കെ കഴിച്ച് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു.